2025 വിദ്യാർത്ഥി ടൂറിസ്റ്റ് അല്ലെങ്കിൽ തൊഴിൽ വിസയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തികൾക്കുള്ള സാമ്പത്തിക ആവശ്യകതകൾ പുതുക്കി UK ഗവൺമെന്റ്. ജീവിത ചെലവിലെയും പണപ്പെരുപ്പത്തിലെയും മാറ്റങ്ങൾക്കൊപ്പം തന്നെ UKയിൽ താമസിക്കുന്നവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുമെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ അപ്ഡേറ്റുകൾ കൊണ്ട് ലക്ഷ്യമിടുന്നത്. കൂടാതെ ഈ ക്രമീകരണങ്ങൾ വിദ്യാർത്ഥികൾ, വിനോദസഞ്ചാരികൾ, തൊഴിലാളികൾ വരാനിരിക്കുന്ന വർഷം രാജ്യത്ത് ജീവിക്കാനോ സന്ദർശിക്കാനോ താൽപര്യപ്പെടുന്ന കുടുംബങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ജീവിത ചെലവ് ആവശ്യകതകളിലും വിസ അപേക്ഷാ ഫീസുകളിലും കാര്യമായ മാറ്റങ്ങളോടെ രാജ്യത്തിന്റെ സാമ്പത്തിക സാഹചര്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിനായാണ് 2025 സാമ്പത്തിക മാർഗനിർദ്ദേശങ്ങൾ പരിഷ്കരിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥി, തൊഴിൽ, കുടുംബ വിസ എന്നിവയുൾപ്പെടെ വിവിധ വിസ വിഭാഗങ്ങൾക്ക് അപേക്ഷിക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത ഈ സാമ്പത്തിക വ്യവസ്ഥകൾ പാലിക്കുന്നതിന് അപേക്ഷകൾ അതിനനുസരിച്ച് തന്നെ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നോക്കാം. വിദ്യാർത്ഥികളുടെ ജീവിത ചെലവ് വർദ്ധിപ്പിച്ചു. 2025 UK സ്റ്റുഡന്റ് വിസകൾക്കുള്ള ജീവിത ചെലവ് ആവശ്യകതകൾ വർദ്ധിപ്പിച്ചു. ഡാറ്റ് സ്കോളർഷിപ്പ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ലണ്ടനിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന അപേക്ഷകർ ജീവിത ചെലവുകൾക്കായി പ്രതിമാസം കുറഞ്ഞത് £1,400 കാണിക്കണം. 2024 £1,334 പൗണ്ടിൽ നിന്നാണ് ഈ തുകയിലേക്ക് മാറിയത്. ലണ്ടന് പുറത്ത് പഠിക്കുന്നവർ പ്രതിമാസം £1,023 നിന്ന് £1,100 കാണിക്കേണ്ടതുണ്ട്. 9 മാസം വരെ ജീവിത ചെലവ് വഹിക്കാൻ ഈ ഫണ്ടുകൾ വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് ആവശ്യമാണ്. കൂടാതെ ജീവിത ചെലവുകൾ നികത്താനുള്ള കഴിവ് തെളിയിക്കുന്നതിന് പുറമെ വിദ്യാർത്ഥികൾക്ക് അവരുടെ 1-ാം വർഷ കോഴ്സ് ഫീസിന് അടയ്ക്കാൻ മതിയായ ഫണ്ട് കാണിക്കേണ്ടതുണ്ട്. ഈ തുക ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സിൽ കാണിക്കുകയും വേണം. ഇത് തുടർച്ചയായി 28 ദിവസത്തെ കാലയളവിൽ ഉൾപ്പെടെ കാണിക്കുകയും വേണം. കൂടാതെ വിസ അപേക്ഷ തീയതി മുതൽ 31 ദിവസത്തിൽ കൂടുതൽ പഴയതായിരിക്കരുത് എന്ന നിബന്ധനയുമുണ്ട്. ഉയർന്ന വിസ അപേക്ഷാ ഫീസ്. 2025 വിസ അപേക്ഷാ ഫീസ് വിവിധ വിഭാഗങ്ങളിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. UKക്ക് പുറത്തുള്ളവർക്കുള്ള സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് വിസയുടെ ഫീസ് £490 നിന്ന് £510 ഉയർന്നു. അതേസമയം 6 മാസം വരെ താമസിക്കാനുള്ള വിസിറ്റിംഗ് വിസയുടെ ഫീസ് £115 നിന്ന് £120 ഉയർത്തി. കൂടാതെ ദീർഘകാല സന്ദർശന വിസകൾക്കും ഫീസ് വർധന ഉണ്ടായിട്ടുണ്ട്. 2 വർഷത്തെ വിസയ്ക്ക് ഇപ്പോൾ £420 ആണ്. 2024 ഇത് 400 ആയി ഉയർന്നു. മുൻഗണനാ വിസ സേവനം പോലുള്ള മറ്റ് വിഭാഗങ്ങൾക്ക് ഇപ്പോൾ £550 നിന്ന് £50 വർധനവ് ഉണ്ടായിട്ടുണ്ട്. ടൂറിസ്റ്റ്, തൊഴിൽ വിസകൾക്കുള്ള സാമ്പത്തിക മാർഗനിർദ്ദേശങ്ങൾ. 2025 ടൂറിസ്റ്റ് വിസയ്ക്ക് അപേക്ഷിക്കുന്ന സന്ദർശകർക്ക് UK സർക്കാർ കൂടുതൽ വിശദമായ സാമ്പത്തിക ആവശ്യകതകൾ നിശ്ചയിച്ചിട്ടുണ്ട്. നിശ്ചിത തുക ആവശ്യമല്ലെങ്കിലും താമസം, ഗതാഗതം, ദൈനംദിന ചിലവുകൾ എന്നിവയുൾപ്പെടെ തങ്ങളുടെ യാത്രയ്ക്ക് മതിയായ ഫണ്ട് ഉണ്ടെന്ന് അപേക്ഷകർ തെളിയിക്കണം. ദീർഘകാല താമസത്തിനായി വിസ ഉദ്യോഗസ്ഥർ അപേക്ഷകരുടെ സാമ്പത്തിക ഡോക്യുമെന്റേഷൻ കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കും. കൂടാതെ തൊഴിൽ വിസകൾക്ക് വിസ തരം അനുസരിച്ച് ആവശ്യകതകൾ വ്യത്യാസപ്പെടുകയും ചെയ്യുന്നു. വിദഗ്ധ തൊഴിലാളി വിസ അപേക്ഷകർ അവരുടെ തൊഴിൽ ദാതാവ് സാമ്പത്തിക പിന്തുണയുടെ സർട്ടിഫിക്കേഷൻ നൽകുന്നില്ലെങ്കിൽ സ്വയം പിന്തുണയ്ക്കാൻ £1,270 കാണിക്കണം. അതേസമയം ഗ്ലോബൽ ടാലന്റ് വിസയ്ക്കുള്ള അപേക്ഷകർക്ക് പ്രത്യേക സാമ്പത്തിക ആവശ്യകതകൾ ഇല്ലെങ്കിലും പ്രാഥമിക ജീവിത ചെലവുകൾ വഹിക്കാനാകുമെന്ന് തെളിയിക്കണം. തൊഴിൽ ദാതാവ് സ്പോൺസർഷിപ്പ് നൽകുകയാണെങ്കിൽ ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസ അപേക്ഷകരെ മിനിമം സാമ്പത്തിക ആവശ്യകതകളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കുടുംബ വിസയുടെ സാമ്പത്തിക ആവശ്യകതകൾ. 2025 ഫാമിലി വിസകളും പരിഷ്കരണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഫാമിലി വിസയ്ക്ക് അപേക്ഷിക്കുന്ന പങ്കാളികൾ കുറഞ്ഞത് £29,000 വാർഷിക വരുമാനം കാണിക്കണം. എന്നിരുന്നാലും അപേക്ഷകർക്ക് അല്ലെങ്കിൽ അവരുടെ പങ്കാളിക്ക് ചില വൈകല്യങ്ങളോ പരിചരണ ആനുകൂല്യങ്ങളോ ലഭിക്കുകയാണെങ്കിൽ ഈ ആവശ്യകതയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടേക്കാം. കൂടാതെ കുട്ടികൾക്ക് ആദ്യ കുട്ടിക്ക് പ്രതിവർഷം £3,800 അധികമായി വരുന്ന ഓരോ കുട്ടിക്കും £2,400 അധികമായി നൽകേണ്ടതുണ്ട്. നിർദ്ദിഷ്ട ഡോക്യുമെന്റേഷൻ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിൽ അപേക്ഷകർക്ക് സാമ്പത്തിക പരിധി കൈവരിക്കുന്നതിന് സേവിങ്സ് ഉപയോഗിക്കാനും സാധിക്കും. വരുമാന ആവശ്യകത നിറവേറ്റുന്നതിൽ പരാജയപ്പെടുന്നവർ, UKയിൽ ഒരു ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഐറിഷ് കുട്ടി ഉള്ളത് അല്ലെങ്കിൽ അപേക്ഷ നിരസിക്കുന്നത് മനുഷ്യാവകാശ ലംഘനം പോലുള്ള ചില നിബന്ധനകൾക്ക് വിധേയമായി വിസയ്ക്ക് യോഗ്യത നേടിയേക്കാം. അതേസമയം അപേക്ഷകർക്ക് UKയിൽ താമസിക്കുന്നതിന് സാമ്പത്തികമായി പിന്തുണ നൽകാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നതിൽ തുടർച്ചയായ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അത് പ്രതിഫലിക്കാനും സാധിക്കും. ജീവിത ചെലവ് വർദ്ധിക്കുന്നതനുസരിച്ച് 2025 വിസ അപേക്ഷകർക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനാണ് ഈ ഒരു സാമ്പത്തിക ക്രമീകരണങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്.